രാവിലെ 10 മണിയായിട്ടുള്ള ഒറ്റ പോലീസുകാർ പോലും സ്റ്റേഷനിൽ ഇല്ലെന്ന് പറഞ്ഞാൽ ഭയങ്കരമല്ലോ. താനൊക്കെ എവിടെ പോയി കിടക്കുവോ? ഇതറിയാണോ ഇത്? ഞങ്ങൾ അപ്പുറത്ത് ക്രിക്കറ്റ് കളിക്കുമായിരുന്നു സാർ. എനിക്ക് ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടിയാണ് സർക്കാർ പൗരത്തോട് മാറി വെച്ചോ. തന്റെ ബെൽറ്റ് ഒക്കെ നേരെ ഇറങ്ങോട്ട് ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി പോയിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് തനിക്ക് ശമ്പളം തരുന്നത്. ഞാൻ അങ്ങോട്ട് താനോട് ഇപ്പൊ കല്യാണത്തിന് പോകണു. ഡ്യൂട്ടി കഴിഞ്ഞല്ലോ. തന്റെ യൂണിഫോം എന്തിയാണോ? ഡ്യൂട്ടി കഴിഞ്ഞല്ലോ. ഡ്യൂട്ടിക്ക് പോകരുത്. ഡ്യൂട്ടി കഴിഞ്ഞ് അങ്ങനെ പോകാനുള്ളതല്ല. ഇത് വേറെ കേസുണ്ട്. ആ പെണ്ണുപിള്ള ഇങ്ങോട്ട് കയറി വരുമെന്ന്. ഏത് പെണ്ണുപിള്ളയുടെ കാര്യം പറയുന്നേ? അപ്പുറത്തെ സ്കൂളിൽ കഞ്ഞി വെക്കുന്ന അമ്മണി ചേച്ചി. ഇവിടുത്തെ സർക്കിൾ ഇങ്ങോട്ട് കയറി വരുമെന്ന് ഇപ്പൊ. ആ അവര് ഇങ്ങോട്ട് വരുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ആരും പോകലെന്ന് പറഞ്ഞത്. ഇടോ നല്ല വൃത്തിക്കും മെനക്കൊക്കെ നിൽക്കണോ. ഇടോ ആ ബട്ടൺസ് ഒക്കെ അങ്ങോട്ട് എടുത്ത് ഇട്. പുള്ളിക്കാരി ഇങ്ങോട്ട് വരും. കൂടുതലെ പിള്ളേർ ഇതിനേക്കാളും വൃത്തിക്ക് പോകല്ലോ. പോലീസുകാരാന്നും പറഞ്ഞോണ്ട് നിൽക്കുക. ആ തൊപ്പിയൊക്കെ പിടിച്ചോണ്ട് നിൽക്കുക. എല്ലാരും കൃത്യസമയത്ത് ഹാജരാണല്ലോ. അങ്ങനെയാണ് സാർ. ഞാൻ അങ്ങനെയാണ് ഇവരെ പഠിപ്പിച്ചിരിക്കുന്നത്. എല്ലാരെയും കൂടെ ഞാൻ വിളിപ്പിച്ചതേ ഒരു സന്തോഷമുള്ള ഒരു വാർത്ത പറയാൻ വേണ്ടിട്ടാ. എന്താണ് സാർ? ഇന്നലെ എന്നെ DGPയുടെ ഓഫീസിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അയ്യോ സാറിന് നമ്മുടെ സ്റ്റേഷനെ പറ്റിയിട്ട് എന്നാ മതിപ്പാ. സാർ എന്നോട് പറയായിരുന്നേ, നമ്മുടെ ഇന്ത്യൻ പോലീസ് ഫോഴ്സിൽ തന്നെ ഏറ്റവും ശക്തമായിട്ടുള്ള പോലീസ് എവിടത്തെന്നറിയാമോ? നമ്മുടെ കേരളത്തിൽ. പക്ഷേ നമ്മുടെ ഈ സ്റ്റേഷൻ, താൻ SI ആയിരിക്കുന്ന ഈ സ്റ്റേഷനെ പറ്റിയിട്ട് എന്താ പറഞ്ഞെന്നറിയാമോ? ഇത്രയും വൃത്തികെട്ട ഒരു സ്റ്റേഷൻ ഈ കേരളത്തിൽ വേറെ ഇല്ലാന്ന്. നിങ്ങളുടെയൊക്കെ സ്വഭാവം കൊണ്ട് തന്നെ ഞാൻ അവിടെ നിന്ന് ഉരുകിപ്പോയി. നിങ്ങളുടെയൊക്കെ സ്വഭാവം പറയണമെങ്കിൽ 6 മാസത്തെ പത്രത്തിലെ വാർത്ത എടുത്ത് നോക്കിയാൽ മതി. ഫ്രണ്ട് പേജിൽ തന്നെ ഉണ്ട്. ഞാൻ എത്ര സ്റ്റേഷനിൽ CI ആയിട്ട് ഇരുന്നിട്ടുണ്ടെന്ന് അറിയാമോ? എത്ര നല്ല നല്ല പ്രഗത്ഭരായ പോലീസുകാരോട് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതുപോലത്തെ പോലീസുകാരെ ഞാൻ കണ്ടിട്ടില്ല. ചില സമയങ്ങളിൽ ഇങ്ങനെ ഓരോ സമയമില്ല, അതിനുള്ള വഴി ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതിപ്പോ എന്റെയും കൂടെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. അതുകൊണ്ട് നിങ്ങളെ നന്നാക്കി എടുക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഞാൻ എന്റെ സ്വന്തം ചെലവിൽ ഒരാളെ നിങ്ങളെ ട്രെയിൻ ചെയ്യാനായിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളൊന്നും അറിയണ്ട, അയാൾ പറയുന്ന അനുസരിച്ച് അങ്ങോട്ട് കാര്യങ്ങൾ പഠിച്ചാൽ മതി. അല്ലെന്നേ, റിട്ടയർഡ് കമ്മീഷണർ ആയിരിക്കും. മാഡം വരുന്നേ, ആരാ വരുന്നൊക്കെ കണ്ടോ? സാറേ, ഇത് കള്ളൻ വിക്രമനല്ലേ? അത് ശരി, വന്നു നീ ഇപ്പൊ സ്റ്റേഷൻ പരിധിയിലും കൂടെ ആയാലും നിന്റെ മോഷണം. എന്നെ ഈ സാറ് ക്ഷണിച്ചിട്ട് വന്നതാ. പിന്നെ ഒരു കള്ളനെ ക്ഷണിക്കാൻ ഞങ്ങൾ ഞാൻ ക്ഷണിച്ചിട്ട് തന്നെ ഇയാള് വന്നത്. എന്റെ മേഡത്തിന് ഇവനെ കുറിച്ച് അറിയാൻ പാടില്ലാത്തോണ്ടാണെന്ന്. ഇവന്റെ പേരിൽ ഈ സ്റ്റേഷനിൽ തന്നെ എന്തോ കേസുകളുണ്ടെന്ന് അറിയോ? പറഞ്ഞു കൊടുക്കണ കേസുണ്ടെന്ന്. ഇവിടെ 31 അവന് തന്നെ അറിയാൻ മേല. അപ്പൊ അങ്ങനെ കരുനാപ്പള്ളിയിലോ? കരുനാപ്പള്ളി 16, കൊല്ലത്തോ, 17, കോട്ടയത്തോ, 19, എറണാകുളത്തോ, 21, ആലപ്പുഴയിലോ, 27. ഇതിന് ലോകം മുഴുവൻ കേസാണ്. ഇവനെ പറഞ്ഞു വിടാനേ. അങ്ങനെ പറഞ്ഞു വിടാനൊന്നും പറ്റത്തൊന്നുമില്ല. ഇയാളെയാണ് നിങ്ങളെ ട്രെയിൻ ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ വരുത്തിച്ചിരിക്കുന്നത്. അയ്യേ, ഇവനെയോ? അത് കേരള പോലീസിനെ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി ഈ മുഴുത്ത കള്ളനെയാണോ? ഹലോ, അയ്യോ ഞാൻ ഇത്തിരി ബിസിയാണ്, പറഞ്ഞില്ലേ മിസ്റ്റർ. നിങ്ങൾ കോടതി നിൽക്കുകയാണെന്നോ? അത് 302 കൊലപാതക കേസ് 196 എന്ന് പറയണ പെറ്റിയാടോ. എനിക്കെന്താ അത്രയ്ക്ക് ഇവിടെ ഓപ്പോസിറ്റ് നിന്ന് വാദിക്കുന്ന ആരാന്നറിയില്ല. സുകുമാരൻ സാറാ, കേട്ടല്ലോ. തോറ്റിട്ട് വരലും. ഓക്കെ. വക്കീലായിരുന്നല്ലേ? ഞാൻ വക്കീലല്ല, എന്നെ വിളിച്ചത് ഒരു വക്കീലാണ്. കാരണം ഈ 12 വയസ്സൊട്ട് ഈ നിയമവും കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാവുന്നതുകൊണ്ട് മോഷണവും പോലീസ് സ്റ്റേഷൻ കോടതി ഇങ്ങനെ നിൽക്കുന്നതല്ലേ. മജിസ്ട്രേറ്റ് വരെ എന്നെ വിളിക്കാറുണ്ട്. ഇതുപോലുള്ള ഇടത്തിനൊന്നും ഞങ്ങളെ ട്രെയിൻ ചെയ്യിപ്പിക്കേണ്ട ആവശ്യമില്ല. വല്ല പോലീസുകാർ വല്ല പറഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. കള്ളന്മാര് എടോ കൂടെ കിടക്കുന്നവനെ രാപ്പനയുടെ ചൂട് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ തമ്മിൽ വേറെ സെറ്റപ്പ് ഉണ്ട്. കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ. നിങ്ങളൊക്കെ പറയുന്ന കേട്ടിട്ട് ഞാനൊരു പോലീസുകാരനെ നിങ്ങളെ ട്രെയിൻ ചെയ്യിക്കാൻ വിളിച്ചു എന്ന് വിചാരിച്ചോ? ഒരു പോലീസുകാരൻ മറ്റൊരു പോലീസുകാരന്റെ കുറ്റം എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഒരു കള്ളനാണെങ്കിലോ ഒരു പോലീസുകാരന്റെ സകല വൃത്തികേടും വിളിച്ചു കൂവും. അത് കേൾക്കുമ്പോ നിങ്ങൾക്ക് തോന്നും നിങ്ങൾ നന്നായിട്ട് പെരുമാറണമെന്ന്. അപ്പൊ നിങ്ങൾ പരാതിയായിട്ട് വരുന്നവരോട് നന്നായിട്ട് പെരുമാറും, നന്നായിട്ട് സംസാരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഞാനൊരു കള്ളനെ ഇവിടെ ട്രെയിൻ ആയിട്ട് വെച്ചത്. ആർക്ക് താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ നിൽക്കണമെന്നില്ല. എനിക്ക് എന്റെ ശമ്പളം കിട്ടിയത്. ഇതെന്റെ മേടിച്ചല്ലോ. അത് അതെ, ഞാൻ പോക്കറ്റ് അടിച്ചു. വന്ന് കയറി എസ്ഐയുടെ പോക്കറ്റ്. അയ്യോ സാറേ, ഇത് ശരിയാവൂല. ഇത് ശരിയാവൂല. വേറെ ആരെങ്കിലും ആണെങ്കിൽ പിന്നെ കുഴപ്പമില്ല. ഇത് നടക്കുന്ന കേസല്ല. ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടില്ലെങ്കിൽ ഞാൻ മുകളിൽ റിപ്പോർട്ട് കൊടുക്കും. സമ്മതാണോ? അല്ലാതെ എന്നെ ചെയ്യാൻ പറ്റുന്നു. വിക്രമന്റെ പണി തുടങ്ങിക്കേ. ഓക്കെ മാഡം. ഇവരാരും കേട്ടില്ലെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. ഓക്കെ മാഡം. ഓക്കെ. Ready boys? Yes sir. Yes for the training. Sir. Sir, done. Yes. Big step. Right hand.
ലെഫ്റ്റ് ഹാൻഡ്. എന്തുവാടോ ഇത്? എന്താ ഇത്? പക്ഷെ അതെന്നാ നമ്മൾ സിനിമാറ്റിക് ഡാൻസ് കളിക്കുന്ന നമ്മൾ എപ്പോഴും ചെയ്യുന്നില്ലല്ലോ സാറേ. അയ്യോ കഷ്ടായി. ഇതെന്താണ് ഇത്? കോർപ്പറേഷൻ വണ്ടിയാ? ഇത് വളർത്തുകയാണ്. ഇവിടെ പോലീസുകാരെന്ന് പറഞ്ഞാൽ ഫിറ്റ്നസ് ഉണ്ടാവണം, മനസ്സിലായോ? അല്ല, ഫിറ്റ്നസിന്റെ ആവശ്യമില്ല സാർ. എന്താണ്? നമ്മൾ രാവിലെ ഡ്രസ് ഇട്ടുകൊണ്ട് ഇറങ്ങും, ഏകം തള്ളിൽ പോയി കിടക്കും, വരുന്ന വണ്ടിക്ക് പെറ്റി അടിക്കും. ഇതിനോട് ഈ വണ്ടിക്കൊക്കെ പെറ്റി അടിക്കുന്നേ? സാർ അൾട്രേഷൻ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അപ്പ പെറ്റി അടിക്കും. ആണോ? പിന്നെ വേറൊരു കാര്യം, ഇന്ന് മുതൽ ഞാൻ മാഷും നിങ്ങൾ കുട്ടികളുമാണ്, മനസ്സിലായോ? ബാക്കിയുള്ള പോലീസുകാരൊക്കെ വിടോ? അതെ സാറേ. സാർ അതേ വിളിക്കണം. എന്നതാ അല്ല സാറിനെ. എന്നെ? ആ സാറേ എന്റെ ദൈവമേ, താൻ എന്തോരം പഠിച്ചതോ? ഡബിൾ എം എ. പിന്നെ ഫസ്റ്റ് റാങ്കോട് കൂടി പാസ്സായിരുന്നു പോലീസ് ടെസ്റ്റ്. ഞാൻ 7ാം ക്ലാസ് പോലും പാസ്സായിട്ടില്ല. ഇവിടെ വന്നു കഴിഞ്ഞപ്പോ എന്നെ വിളിക്കണ സാറേ. വല്ല കേട്ടായിരുന്നോ? അവിടെ എന്നെ വിളിച്ചത് കേട്ടായിരുന്നോ? ഞാൻ കേട്ടായിരുന്നത്. എന്താണ് ആ പുള്ളി വിളിച്ചത് ഞാൻ കേട്ടായിരുന്നെന്ന്. അതെന്തുവാണ്? അവിടെ എന്താ വിളിച്ചത് പറയണോ? സാറേ താൻ പറ. താനാണോ? നിനക്ക് പറഞ്ഞാ എന്താ? നിനക്കെന്നോ? എന്താണോ? നീ എന്നോ? പിന്നെ മാഷ് കുട്ടികളെയാണോ സാറേ എന്ന് വിളിക്കുന്നേ? വിളിക്ക് കേക്കട്ടെ. സാറ് അങ്ങനെ. എന്റെ ദൈവം. എല്ലാം ഈ പോലീസ് സ്റ്റേഷനും പോലീസുകാരും നന്നാവണമെങ്കിൽ ആദ്യം ആ FM റേഡിയോ ഇവിടെ എടുത്ത് കളയണോ? FM റേഡിയോ അല്ല, ആണ് വയർലെസ്. അയ്യോ, അതെന്തിനുള്ളതാ? ആശയവിനിമയം നടത്താൻ. ആശയവിനിമയം നടത്താന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് പറയുന്ന എന്തെങ്കിലും നമുക്ക് മനസ്സിലാവുന്നുണ്ടോ? അത് വേറെ റൂട്ടാണ്. എന്ത് വേറെ റൂട്ട്? നല്ലൊരു സ്റ്റീരിയോ വേണം. ഞാൻ വേണേ എടുത്തോണ്ട് തരാം. എടുത്തോണ്ട് തരാം. മോഷണമാണല്ലോ പണി. ഓ കഷ്ടം. നമ്മുടെ ഒരു അവസ്ഥ ആലോചിച്ച് ചോദിക്കണേ. എന്റെ ദൈവമേ. അതെ, ഇവിടെ ആരാടോ പട്ടാളക്കാരെ തല്ലിയത്? അത് ഞാൻ അപ്പം എനിക്ക് അങ്ങനെ ഒരു പറ്റിപ്പോയതാ. അത് എന്നെ സംഭവം പറയാ സാറേ. എനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നപ്പോഴത്തേക്ക് ഞാൻ അങ്ങ് ചെയ്തു പോയതാ. അത് ആണോ? എടോ, ക്ഷമ വേണം. അതെനിക്ക് പെട്ടെന്ന് എന്നറിയാം സാറേ. എനിക്ക് ആഴ്ച ഒരു ദിവസം എനിക്ക് ഈ പറയുന്ന ദേഷ്യം വരത്തുള്ളൂ. പക്ഷെ 7 ദിവസം ഈ സാധനം നിൽക്കും. 7 നിന്ന് ആ പട്ടാളക്കാരൻ എന്നെ മുന്നിൽ കിട്ടിയത്. അപ്പോഴത്തേക്കും പറ്റിപ്പോയ സംഭവം. ഇനിയിപ്പോ ക്ഷമയ്ക്ക് ഞാൻ ഇനി എന്നാ ചെയ്യാൻ വേണ്ടി പറ്റില്ലേ? ഞാൻ ഇവിടെ നിൽക്കുന്നേ, ഞാൻ പറഞ്ഞുതരാം. അതായത് താ ഒരു 6 മാസത്തേക്ക് ലീവ് എടുക്കണം. ലീവ് എടുത്തിട്ട് ഏതേലും തുണിക്കടയിൽ പോയി സാരി സെഷനിൽ തന്നെ നിൽക്കണം. എന്നാലും 6 മാസം കൊണ്ട് തനിക്ക് ക്ഷമയ്ക്കുള്ള അവാർഡ് വരെ കിട്ടും. ഏത് ഭൂകമ്പം വന്നാലും. അയ്യോ ദൈവമേ, ഇത് ആര് നിൽക്കുന്നേ? മാങ്ങ, പച്ചമാങ്ങ നാട്ടുമാവിലെ മാങ്ങ. ഞാൻ CCTV കണ്ടായിരുന്നു. പിന്നെ അത് വലിയ ക്ലിയർ അല്ലാഞ്ഞോണ്ട് എനിക്ക് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് മനസ്സിലായില്ല. നാണമുണ്ടോടോ? സാറ് വേറൊന്നുമല്ല, എന്റെ വൈഫിന് മാങ്ങ ഭയങ്കര ഇഷ്ടമാ, അതുകൊണ്ടാ. ആണാ? ഇത്രയും മാങ്ങ തിന്നാൻ തന്റെ വൈഫ് എന്താ വവ്വാലാണോ? അതല്ല സാറേ, എനിക്ക് ഈ മാങ്ങ കാണുമ്പോ എന്താണെന്നറിയാൻ പാടില്ല, ഓട്ടോമാറ്റിക്കലി എന്റെ കൈ അങ്ങോട്ട് ചെല്ലും. ഒരു അട്രാക്ഷനാ. ട്രെയിനിങ് വല്ലതും ഉണ്ടോ? അതിനുള്ള ട്രെയിനിങ് ഉണ്ട്. നമുക്ക് അന്ന് ചെയ്ത് നോക്കിയാലോ? ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനുള്ള പ്രോപ്പർട്ടി സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ട്. തരാം. എന്നാ പിടിച്ചേ. ഞാൻ ഇദ്ദേഹത്തിനും കൂടെ കൊടുക്കാം കുറച്ച്. അത് പിടിച്ചേ. അത് പിടിച്ചു. എന്റെ സാറേ, എനിക്കിത് കാണുമ്പോ എന്തോ പറയാമോ? പ്ലീസ് പ്ലേ മ്യൂസിക്. പിടിക്കാം. ഇനി മാങ്ങ കണ്ട ഈ സൂക്കേടലകുമോ? ഇല്ല. ഓക്കെ അല്ലേ സാർ? ഓക്കെ. ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോകുമെന്ന് പറഞ്ഞാ പോവും. മായ നീ മിണ്ടരുത്. ഒരുപാട് കാലം ഞാൻ സഹിക്കണം. ഇനി മിണ്ടരുത്. നമുക്ക് പറഞ്ഞു തീർക്കാം. നിങ്ങൾ മിണ്ടരുത്, ഞാൻ പറയും. ഞാൻ പറയുന്നത് നിങ്ങൾ അങ്ങനെ കിടന്ന് ബഹളം ഉണ്ടാക്കരുത്. മിണ്ടരുതെന്ന്. നിങ്ങൾ ബഹളം ഉണ്ടാക്കരുത്. നിങ്ങൾ മാറികളെ. മായ ഞാൻ ഒന്ന് പറഞ്ഞു. നീ പിടിച്ച് തള്ളുന്നത്. Sorry. എന്നാ കാര്യമാണ്? നിങ്ങൾ മാറി സാറേ, എനിക്കൊരു പരാതിയുണ്ട്. ഇങ്ങോട്ട് മാറി. എന്നാ കാര്യമാണ്? എനിക്കൊരു പരാതിയുണ്ട്. എന്താ പരാതി? ഇയാൾ എന്റെ ഭർത്താവാ. അതാണ് നിന്റെ പരാതി? അതല്ല. പിന്നെ ഇയാൾ എന്നെ തല്ലി. പിന്നെ തല്ലിയോ? പെണ്ണുങ്ങളെ തല്ലുവാടാ? പെണ്ണുങ്ങളെ തല്ലുന്ന അന്തസ്സാണോ നിനക്ക്? അത് തെറ്റാണെന്ന് നിനക്കറിയാൻ പാടില്ലേ? എന്നാ കാര്യത്തിന് തല്ലിയതാ? വെളുപ്പങ്കാലായിട്ട് വീട്ടിൽ വരാത്ത എന്താന്ന് ചോദിച്ചു. അപ്പൊ തുടങ്ങിയ തല്ലായ. അത് ശരി. നീ പെണ്ണുമ്പളും തല്ലോ പാട്ടി. അയ്യോ സാറേ, ഇങ്ങനെ ചീത്ത വിളിക്കരുത്. എന്റെ പൊന്നു സാർ, ആ സാറ് വിളിച്ച ചീത്ത കേട്ടാ. നിന്നെ പിന്നെ എന്നാ വിളിക്കണോ?
എന്റെ പൊന്നു സാറേ നിങ്ങൾക്ക് എന്റെ അച്ഛന്റെ പ്രായം കൊണ്ട് കണ്ട ചീത്ത വിളിക്കുന്നുണ്ട്. അച്ഛനാണെങ്കിൽ എന്റെ പെങ്ങളെ നീ ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് വേറെ എവിടെങ്കിലും ട്രാൻസ്ഫർ വാങ്ങിച്ചു പോ. ചീത്ത കേട്ടോ ഇത്. പെണ്ണുങ്ങളെ തല്ലിയിട്ട് ഞാൻ പറഞ്ഞത് പെണ്ണ്. ഇങ്ങോട്ട് മാറുന്നില്ലടാ. എടാ രാത്രി മുഴുവനും നീ കണ്ടോടെ നിറങ്ങുന്നുണ്ടെങ്കിൽ നിനക്കേതോ അവിഹിതമുണ്ട്. സത്യം പറ. ഇത്രയും കാര്യമേ ഞാൻ അവളോട് ചോദിച്ചുള്ളൂ. അതിനാണ് ഇത്രയും വിഷയമായത്. ആരാ രാത്രി താമസിച്ചു വന്നെന്ന് പറഞ്ഞു? ഞാൻ എന്റെ സാറേ സെക്കൻഡ് ഷോ കഴിഞ്ഞ് കുറച്ച് കറക്കമൊക്കെ കഴിഞ്ഞ് ഞാൻ പുലർച്ചെ 4 മണിക്ക് മുമ്പ് ഞാൻ വീട്ടിലെത്തിയതാ. ഞാൻ ഇയാളോട് ചോദിച്ചു കതക് തുറക്കാൻ എന്താ ഇത്ര താമസം. അങ്ങനെ ഞാൻ വെറുതെ ഒന്ന് ചോദിച്ചുള്ളൂ. അതാണോ സാറേ ഞാൻ ചെയ്ത തെറ്റ്? ഇത് തെറ്റില്ല. ഇറങ്ങി പോയി. അവരെ ഇങ്ങോട്ട് വന്നിരിക്കാം. ഇനി മേലെ ഇവിടെ കണ്ടുപോലും. ഇറങ്ങി പോ. അല്ല, എന്റെ പരാതി? നിന്റെ പരാതി മാങ്ങാത്തോട് ഏറി പോകാൻ കണ്ടോളാം. അങ്ങനെ ഇറങ്ങിയിട്ട് എന്താ ഇത്? ഇവരെയൊക്കെ പിന്നെ എന്നെ ആ കാണിച്ച ഞാൻ പല തെറിയും വിളിച്ചു പറഞ്ഞാണല്ലോ. അല്ല നീ എന്തിനാ അവരിങ്ങനെ ചീത്ത വിളിക്കുന്നത്? പിന്നെ ഞങ്ങൾ പോലീസുകാർ പിന്നെ തീത്ത വിളിക്കണ്ടേ? ആ വരുന്നവരുടെ മനസ്സ് വേദനിക്കൂലേ? എന്റെ പൊന്ന് സാറ് നിങ്ങൾ പറയുന്ന പോലല്ല. പിന്നെ? നമ്മളൊരാളെ കിട്ടിക്കഴിഞ്ഞാൽ ഇവരൊക്കെ കാണിക്കുന്ന തെറ്റിന് ഇവരൊക്കെ തെറി തന്നെ പറയണം. ആ അതിനെ ഞാൻ വേറൊരു വഴി പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഒന്ന് നന്നായി കാണണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഇത് പറയുന്നത്. ആ വരുന്നവരെ ചീത്ത വിളിക്കാതെ ചീത്ത വിളിച്ചോ അതൊരു പാർട്ടി കൂടെ അങ്ങ് വിളിക്കണം. അങ്ങനെയാണ് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പൊ ഒരു പ്രതി ഇങ്ങോട്ട് കയറി വന്ന അപ്പൊ അവനെ വിളിക്കേണ്ട ഈ തെറി ഇത് ഞാൻ ഏത് പാട്ടിലൂടെ പറയും? ഓളമൈനാകം കരളിൽ നിന്നുയരുന്നു. അത് കൊള്ളാം, അത് കൊള്ളാം, അത് കൊള്ളാം. കണ്ടാ? അങ്ങനെയാണ് സാറേ. ഈ ചീത്ത നമ്മൾ എങ്ങനെ വിളിക്കും? ഓളപ്പൂമാനം പൂത്തുലഞ്ഞേ പൂവള്ളിക്കുടിലെന്തേ കരളുണർന്നോ കിളി. അങ്ങനെയാണെങ്കിലേ ഈ ചീത്ത എങ്ങനെ വിളിക്കും? കുനുകുനേ ചെറുകുറു നിരകൾ തൊടുവീടും കവിളുകളിൽ. സാറേ, ഇതും കൂടെ. അയ്യോ ഇതിന് പാട്ടില്ല. പാട്ട് ഇല്ലേ? എന്നാലറിയാ ഒച്ച വിളിക്കണേ. അല്ല, ഞാൻ അങ്ങനെയാണ് വേറൊരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പൊ നിങ്ങൾ പറഞ്ഞു പാട്ടിലൂടെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു സുഖം വരുമെന്ന്. ആ കുറെ ഏറെ പരാതിക്കാർ ഇങ്ങോട്ട് കയറി വന്നാൽ ഞങ്ങൾ ഏതൊക്കെ പാട്ട് പാടുന്നു അതൊന്ന് പറഞ്ഞു മനസ്സിലാക്കി. എല്ലാരും കൂടെ ചേർന്ന് ഒരു ചെയിൻ സോങ് അങ്ങ് കാച്ചണം. അപ്പം സുഖമായില്ലേ? അപ്പൊ ഇത്ര ചെയ്താൽ മതി. അത്രേ ഉള്ളു. സാറ് പറഞ്ഞാലോ ഓർമ്മയുണ്ടല്ലോ. ഇനി എന്തായി വിക്രമ? നമ്മുടെ സാറന്മാരൊക്കെ കാര്യങ്ങളൊക്കെ പഠിച്ചാ? പോലീസ് സ്റ്റേഷൻ നന്നായി, ഈ സാറുമാരും നന്നായി. ആ, അടിപൊളി. കേക്കണോ? ആ. റെഡി ബോയ്സ്? ഏതെങ്കിലും പ്രതിയെ മുന്നിൽ കിട്ടിയാൽ കൈയോടെ സ്വീകരിക്കും. തെറി പറയണമെന്ന് തോന്നിയാൽ പാട്ട് പാടും. എവിടെയെങ്കിലും മാങ്ങ കണ്ടാൽ പാടിക്കത്തില്ല. ഏതെങ്കിലും പട്ടാളക്കാരനെ കണ്ടാൽ ഒന്നോ ഓർമ്മിപ്പിക്കല്ലേ. ആഹാ, അപ്പൊ ഇത്രയും മര്യാദ പഠിപ്പിച്ച ഈ സാറിന് നമ്മൾ എല്ലാവർക്കും കൂടെ നല്ലൊരു ഉപഹാരം കൊടുക്കണ്ടേ? വേണം വേണം വേണം. അതെ, ആ ആലപ്പുഴയിൽ അടിപിടി കേസ് എന്തായി? എന്നെ കണ്ടുപിടിച്ചില്ല. പിടിച്ചില്ലല്ലേ? ആ തിരുവനന്തപുരത്ത് വിഗ്രഹം മോഷ്ടിച്ച കേസോ? അയ്യോ അത് ഞാനാണെന്നേ അറിഞ്ഞൂടാ. അറിഞ്ഞൂടാ. എടുത്ത് അകത്തുള്ള ഇവനെ. അയ്യോ സാറേ, തെളിയാതെ കിടക്കുന്ന എല്ലാ കേസും ഇവനെ തല്ലോട്ട് കെട്ടി വെക്കുക. 6 മാസം ഇവനകത്ത് കിടക്കട്ടെ. സാറേ ഞാനിവരെ മര്യാദ പഠിപ്പിക്കാൻ വന്നല്ലേ. മര്യാദ പഠിപ്പി. എടാ നീ എത്ര നാളായിടാ ഞങ്ങളെ ചുറ്റിക്കാൻ തുടങ്ങിയിട്ട്? നിയമത്തിന്റെ വഴിക്ക് തന്നെ പോണ്ടേ വിക്രമ? സാറേ